ഹായ് ഫ്രണ്ട്സ്, സാബിന മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. ഇന്ന് ഓൾറെഡി റിലീസ് ചെയ്തതും ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന അപ്ഡേറ്റുകളുമാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഇന്ന് ജൂലൈ മാസം 10-ാം തീയതിയാണ്. അപ്പോൾ ഏതൊക്കെ സിനിമകളാണെന്ന് നോക്കാം നമുക്ക്. ആദ്യത്തെ ഒരു റൊമാൻറ്റിക് കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു സീരീസാണ്, ഒരു ഇംഗ്ലീഷ് സീരീസാണ്. ടു മച്ച് എന്നാണ് സീരീസിൻ്റെ പേര് വരുന്നത്. ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, തെലുങ്ക് ഭാഷകളായിട്ട് ജൂലൈ മാസം 10-ാം തീയതി, അതായത് ഇന്ന് OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. അതുകൂടാതെ അടുത്തൊരു സീരീസാണ്, ഒരു ആനിമേഷൻ ഫാൻറ്റസി അഡ്വഞ്ചർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു സീരീസാണ്, ഒരു കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സീരീസാണ് 7 BS എന്ന സീരീസ്. നെറ്റ്ഫ്ലിക്സിൽ ഈ ഒരു സീരീസ് ഫ്രഞ്ച് ഭാഷയിലാണ് റിലീസ് ചെയ്തിട്ടുള്ളത്. ഫ്രഞ്ച് ഭാഷ കൂടാതെ ഹിന്ദി, ഇംഗ്ലീഷ്, തമിഴ്, തെലുങ്ക് ഭാഷകളായിട്ടും ഇപ്പോൾ അവൈലബിൾ ആണ് ഈ ഒരു സിനിമ എന്നുള്ളത്. അടുത്തത് ആമസോൺ പ്രൈമിൽ റെന്റ് ഓപ്ഷനിൽ വരാനിരിക്കുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ് മേഗൻ 2.0 എന്ന് പറഞ്ഞ സിനിമ. ഒരു സയൻസ് ഫിക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ്. ജൂലൈ മാസം 15-ാം തീയതി ഈ ഒരു സിനിമ ഇന്ത്യക്ക് പുറത്തായിട്ട് ആമസോൺ പ്രൈമിൽ റെന്റ് ഓപ്ഷനിൽ വരാൻ തയ്യാറെടുക്കുകയാണ്. US-ലും അതുപോലെ തന്നെ കാനഡയിലാണ് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അടുത്തത് നമ്മുടെ ഡോൺലി, അതായത് നമ്മുടെ കൊറിയൻ മോഹൻലാൽ എന്നറിയപ്പെടുന്ന ഡോൺലി പ്രധാന വേഷം കൈകാര്യം ചെയ്ത് അദ്ദേഹം തന്നെ നിർമ്മിച്ച സിനിമയായിരുന്നു ഹോളി നൈറ്റ് ഡെമോൺ ഹണ്ടേഴ്സ് എന്ന സിനിമ. ഈ ഒരു സിനിമ കൊറിയയിൽ ഈ വർഷത്തെ ഏറ്റവും കൂടുതൽ പണം വാരിയ സിനിമയാണ്. ഹൊറർ ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ്. നെറ്റ്ഫ്ലിക്സിൽ ജൂലൈ മാസം 31-ാം തീയതിയാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. പിന്നെ നെറ്റ്ഫ്ലിക്സിൽ വരുന്ന സമയത്ത് ഈ സിനിമയുടെ ഇന്ത്യൻ ഭാഷകളിലും റിലീസ് ചെയ്യുന്നത് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ സിനിമയുടെ HD പ്രിന്റ് ലീക്ക് ആകപ്പെട്ടു. HD എന്ന് പറഞ്ഞാൽ ഫുൾ HD തന്നെയാണ് വന്നിട്ടുള്ളത്. സൈറ്റുകളിലൊക്കെ അവൈലബിൾ ആണ്. കൊറിയൻ ഭാഷ മാത്രമേ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ. ഓക്കെ, അടുത്തതൊരു ഡ്രാമ കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ഒരു കന്നഡ മൂവിയാണ് മിസ്റ്റർ റാണി എന്ന് പറഞ്ഞ സിനിമ. ലാൻഡ്സ്കേപ്പ് OTT പ്ലാറ്റ്ഫോമിൽ നാളെ, അതായത് ജൂലൈ മാസം 11-ാം തീയതി റിലീസ് ചെയ്യുമെന്ന് പറഞ്ഞ സിനിമയായിരുന്നു. പക്ഷേ ഇന്ന് ഓൾറെഡി റിലീസ് ചെയ്തിരിക്കുകയാണ്. കന്നഡ ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, മലയാളം ഭാഷകളിൽ അവൈലബിൾ ആണ്. അടുത്തൊരു ജർമ്മൻ മിസ്റ്ററി ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ് ബ്രിക്ക് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഈ ഒരു സിനിമ ജർമ്മൻ ഭാഷ കൂടാതെ ഇംഗ്ലീഷ്, തമിഴ്, ഹിന്ദി, തെലുങ്ക് ഭാഷകളായിട്ട് ഈ ഒരു സിനിമ നെറ്റ്ഫ്ലിക്സിൽ ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. അടുത്തൊരു ഹൊറർ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ് ഹോളോകോസ്റ്റ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഒരു തമിഴ് മൂവിയാണ്. ജൂലൈ മാസം 11-ാം തീയതി, അതായത് നാളെ സിംപ്ലി സൗത്ത് OTT പ്ലാറ്റ്ഫോമിൽ ഈ ഒരു സിനിമ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. അടുത്ത ഒരു സീരീസാണ്, ഒരു ഇന്ത്യൻ റൊമാൻറ്റിക് ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട സീരീസാണ് 4 Year Later എന്നാണ് സീരീസിൻ്റെ പേര് വരുന്നത്. ഇംഗ്ലീഷ്, ഹിന്ദി ഭാഷകളായിട്ട് ലാൻഡ്സ്കേപ്പ് OTT പ്ലാറ്റ്ഫോമിൽ 8 എപ്പിസോഡുകളാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് നമ്മുടെ ധ്യാൻ ശ്രീനിവാസൻ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയായിരുന്നു ഡിറ്റക്റ്റീവ് ഉജ്ജൽ എന്ന് പറഞ്ഞ സിനിമ. ഒരു കോമഡി ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ്. അപ്പോൾ ഈ സിനിമ കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, നെറ്റ്ഫ്ലിക്സ് ആണ് ഈ സിനിമയുടെ OTT സ്വന്തമാക്കിയിട്ടുള്ളത്. ഈ മാസം തന്നെ, അതായത് ജൂലൈ മാസം 10-ാം തീയതിയോ 11-ാം തീയതി ഈ സിനിമ OTT റിലീസ് ചെയ്യുന്നുള്ളത് പറഞ്ഞിരുന്നു. ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിൻ്റെ ഭാഗത്തു നിന്ന് ഒരു ഒഫീഷ്യൽ അപ്ഡേറ്റ് പുറത്തു വന്നിരിക്കുകയാണ്. ജൂലൈ മാസം 11-ാം തീയതി, അതായത് നാളെ ഈ സിനിമ നെറ്റ്ഫ്ലിക്സിൽ OTT റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണെന്നുള്ളതാണ്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, തിയേറ്ററിലൊരു ഏവറേജ് വിജയം ആയിരുന്നു ഈ ഒരു സിനിമ എന്നുള്ളത്. അടുത്തത് നമ്മുടെ ടൊവിനോ തോമസും സുരാജ് വെഞ്ഞാറമൂടും ഒക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു ക്രൈം ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട സിനിമയായിരുന്നു നരിവേട്ട എന്ന് പറഞ്ഞ സിനിമ. സോണി ലിവിൽ ജൂലൈ മാസം 11-ാം തീയതി, അതായത് നാളെ റിലീസ് ചെയ്യുന്നുള്ള അപ്ഡേറ്റുകളായിരുന്നു അവർ പുറത്തുവിട്ടിരുന്നെങ്കിലും ഒരു ദിവസം മുമ്പേ തന്നെ സോണി ലിവിൽ, അത് പതിവാണ്, സോണി ലിവിൽ അവർ എന്നാണോ ഡേറ്റ് ഫിക്സ് ചെയ്യുന്നത്, എന്നാണ് ഡേറ്റ് അനൗൺസ് ചെയ്തത്, ആ ഒരു ഡേറ്റിന് മുമ്പുള്ള ഡേറ്റിലേക്ക് റിലീസ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് ഉച്ചയോടുകൂടി തന്നെ ഈ സിനിമ OTT റിലീസ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും സിനിമകൾ, ഈ സിനിമകളിൽ ഏതൊക്കെ സിനിമകളാണ് നിങ്ങൾ കണ്ടത്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെ എന്നുള്ള കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ഇതിൽ കാത്തിരിക്കുന്ന സിനിമകൾ ഏതാണെന്നുള്ള കാര്യങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.